എപ്പോഴും പറയുന്നുണ്ടാകും. അതായത് ഇപ്പൊ നാട്ടിലൊന്നും ചെയ്യണ്ടാട്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എപ്പോഴും അവരെ വീടായിരിക്കും. വെറുതെ ഇരിക്കുക, വെറുതെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. എത്ര മാത്രം പറയും എന്താണെന്ന് ഭയങ്കര ക്ഷീണമാണ്. വെറുതെ ഉറക്കില്ലാതെ വെറുതെ ഉറക്കമില്ല, ഉറങ്ങാൻ തോന്നുകയെന്നാണ് വെറുതെ ഇങ്ങനെ ഉറങ്ങുക. ഇപ്പൊ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കഴിച്ചില്ലെങ്കിൽ വിരോധമില്ല, ഉറങ്ങിയാൽ മതി. അങ്ങനെയുള്ള കുറെ പേരുണ്ടോ. ഇനി അവിടുന്ന് ഉയർന്നു വരുമ്പോ പിന്നെ ഇങ്ങനെ ജോലികൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇരിക്കുക എല്ലാ സമയവും. അപ്പൊ അവർക്ക് ഉറക്കം കുറവായിരിക്കും. അപ്പൊ അവര് നമ്മളെ മനസ്സിലാക്കുക, അവർക്ക് രജോ ഗുണം കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്ക് ഇതൊന്നും ചെയ്യേണ്ടെന്ന് തോന്നും. ഇങ്ങനെയുള്ള ഓടി നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ചും കൂടി പക്വത വരും. അപ്പൊ കുറച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ ഉത്സാഹം തോന്നും, വായിക്കാനും അല്ലെങ്കിൽ കഥകളൊക്കെ കേൾക്കാനും അങ്ങനെയുള്ള. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളില് കുറച്ച് സത്വഗുണം അധികരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ സത്വഗുണിയായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുസ്തകം വായിക്കണ്ട അല്ലെങ്കിൽ നാം ജയിക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടു കളയാൻ പാടില്ല. ഈ സത്വഗുണത്തിൽ എത്തിയാൽ പിന്നെ ഒരു തരി പോലും പുറകോട്ട് പോകാൻ പാടില്ല. പുറകോട്ട് പോയാൽ